കഴിഞ്ഞ വർഷം 2025 സെപ്റ്റംബറിലാണല്ലോ ഈ ദ്വാരപാലക സ്വർണ്ണപ്പാളികൾ അവിടെ നിന്ന് അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. അത് ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ അറിയുകയും അദ്ദേഹം ഹൈക്കോടതിയിലേക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തു. അത് ഹൈക്കോടതി അറിഞ്ഞതോടുകൂടിയാണ് ഈ സംഭവം വെളിയിൽ വന്നത്. ദേവസ്വം വകുപ്പിന് ഞാൻ പേഴ്സണലായിട്ട് ചോദിക്കുകയാണ്, താങ്കൾക്ക് ഇതേക്കുറിച്ച് ഒരു അറിവും ഉണ്ടായില്ല? നമുക്ക് അങ്ങനെ അറിയേണ്ട കാര്യമില്ല. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള റിപ്പയറിങ്ങോ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പൂജാകർമ്മങ്ങളോ ഇതൊക്കെ നടക്കുന്നത് അവിടുത്തെ തന്ത്രികളുടെ നിർദ്ദേശം അനുസരിച്ച് ദേവസ്വം ബോർഡ് ചെയ്തു കൊടുക്കലാണ് അവരുടെ ധർമ്മം. അത് ഗവൺമെന്റിനെ അറിയിക്കേണ്ട ബാധ്യത അവർക്കുമില്ല, അറിയാനുള്ള അവകാശം നമുക്കുമില്ല. ഇതാണ് അതിനകത്തെ വസ്തുത. ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ തന്നെ അദ്ദേഹം മറ്റു വഴികളിലൂടെ അറിയിച്ചിരുന്നില്ല. അല്ല, അദ്ദേഹം കോടതി വെച്ചിട്ടുള്ള ആളാണ്. അത് ഗവൺമെന്റ് പറഞ്ഞതല്ല, അദ്ദേഹം കോടതി വെച്ചിട്ടുള്ള ആളാണ്. ഗവൺമെന്റ് ഏതെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അദ്ദേഹം അറിയിക്കേണ്ടത് ഗവൺമെന്റ് അറിയിക്കുക, അത്തരം കാര്യങ്ങൾ. അത് ശരിയാണ്. പക്ഷെ എങ്കിലും അദ്ദേഹവുമായിട്ടും ഒന്നും ഒരു ആശയവിനിമയം നടത്തേണ്ട ആവശ്യമില്ല. അല്ല, സർക്കാരിന് അതിനകത്തൊരു ബന്ധവും ബാധ്യതയും ഇല്ല. ഒരു കാര്യത്തിലും അവർക്ക് ശമ്പളം കൊടുക്കുന്നില്ല, അവരിവിടുന്ന് ശമ്പളം പറ്റുന്നില്ല, നമ്മൾ വെച്ച ആളല്ല. അതൊക്കെ കോടതി പറഞ്ഞ് ഒഴിയുമെങ്കിലും അവിടെയുള്ള ഒരു ധാർമ്മികത ധാർമ്മികം നിങ്ങൾ പറയുന്ന ഒരു ധാരണയില്ലായ്മ നിങ്ങൾക്ക്. 100 പവൻ അവിടെ നിന്ന് മോഷണം പോയിട്ട് ഇത് ദേവസ്വം വകുപ്പ് അറിഞ്ഞിട്ടില്ല, ദേവസ്വം ഒരു ബോധ്യവുമില്ല, എനിക്കൊരു എന്റെ ബാധ്യതയില്ല എന്ന് പറയുന്നത് നിങ്ങൾ വീണ്ടും ഒരു വിവരക്കേട് പറയുന്നു. 500 പവൻ പോയെന്ന് പറയുന്നത് എപ്പോഴാണ്? 2017, 2019. ഈ കാലഘട്ടത്തിലൊന്നും ഞാൻ മന്ത്രിയാണ്. അല്ല, ഞാൻ പറഞ്ഞു ഇപ്പൊ ഞാൻ ഈ അടുത്ത കാലത്തിലെ ഒരു വർഷമാകുന്നേ ഉള്ളൂ. അന്ന് ഈ മന്ത്രി ഇത് അറിഞ്ഞിരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. കാരണം പിന്നെ അവിടുത്തെ തന്ത്രിയാണ് ഇത് കൊടുത്തുവിടുന്നത്, ഇതിന് കത്ത് കൊടുക്കുന്നത്. തന്ത്രി കൊടുത്തുവിടുന്നു, ചുവന്നുകൊണ്ട് പോകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി അതുമായി ബന്ധപ്പെട്ട ആളുകൾ. തന്ത്രിക്ക് ഇഷ്ടമുള്ളവരുടെ അരികിലാണ് ഇത് കൊണ്ടുപോയി ബാക്കി സ്വർണം ഉരുക്കുന്നതും മാറ്റുന്നതും വേർപെടുത്തുന്നതും എല്ലാം. ഇത് നടന്നിട്ടുള്ളത് 2017, 2019 നടന്നിട്ടുള്ളത്. കടകംപള്ളി സുരേന്ദ്രനാണ് മന്ത്രി. അപ്പോൾ അദ്ദേഹം ഇത് സംബന്ധിച്ച് ഒരു വിഷയത്തിൽ ഇടപെട്ടില്ല എന്ന് അദ്ദേഹം മൊഴി കൊടുത്തിട്ടുണ്ട്. അതിലാകെ പോയിട്ട് അറിയാവുന്നത് ഈ തിരുവനന്തപുരംകാരൻ എന്ന രൂപത്തിൽ വിളിച്ചപ്പോൾ ഏതോ കാര്യത്തിന് വീട്ടിൽ പോയി എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. പറഞ്ഞതല്ല, എനിക്ക് വേറൊന്നും അറിയില്ല. മറിച്ച് നിയമപരമായി നിങ്ങൾ പറയുന്ന പോലെ ഒരു കാര്യത്തിലും മന്ത്രി അറിയേണ്ടതില്ല. അത് ദേവസ്വം ബോർഡിന്റെ പൂർണ്ണ അധികാരമാണ് അവിടെ കൊണ്ടുപോകുന്നത്. അതിന്റെ എല്ലാ അർത്ഥത്തിലുള്ള സേഫ്റ്റി പ്രിക്കോഷൻസോട് കൂടി ഇത് കൊണ്ടുപോകാനും പറ്റുള്ളൂ. അങ്ങനെയാണ് ഇവർ ഒരു 2024 കൊണ്ട്. അതുകൊണ്ടാണ് ഇതിന് വേറെ തർക്കമില്ലാതെ വന്നത്, കോടതി അംഗീകരിച്ചു. അപ്പോൾ ഈ കാര്യത്തെ സംബന്ധിച്ചോളം 2019 കൊണ്ടുപോയപ്പോൾ ഇങ്ങനെ ഫോട്ടോ എടുക്കുകയോ അല്ലെങ്കിൽ മഹസർ തയ്യാറാക്കുകയോ അല്ലെങ്കിൽ കൂടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരെ അയക്കുകയോ ചെയ്തിരുന്നില്ലെന്ന് മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈ കൊടുത്തുവിട്ടു എന്നുള്ളതാണ് ആ കാര്യത്തിൽ പെശക് അന്നത്തെ ബോർഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ 2024-25 ആ പ്രശ്നം ഉണ്ടായിട്ടില്ല.